രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് ഒന്നാം ഘട്ടത്തിൽ 750 കോടി രൂപ അനുവദിച്ചു. വിഴിഞ്ഞത്തിനും മൂന്നിൽ നൽകിയ ബജറ്റിൽ വന്യജീവി ആക്രമണം ഇല്ലാതാക്കാൻ പ്രത്യേക പാക്കേജുണ്ട്. അതേസമയം ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല. ഭൂനികുതി സ്ലാബുകൾ 50% വർദ്ധിപ്പിച്ചു. തീക്ഷ്ണമായ സാമ്പത്തിക പ്രതിസന്ധിയെ കേരളം അതിജീവിച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനം നേരിട്ട ധനഞ്ഞെരുക്കത്തിന് കാരണമെന്താണ്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര അവഗണനയാണ്. കേന്ദ്ര അവഗണന പൊടുന്നനെ ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. കേരളത്തിൽ നിന്നടക്കം കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണത്തിലെ നമ്മുടെ വിഹിതം കുറയാൻ ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ടായി. സംസ്ഥാനത്തിന്റെ ധനഞ്ഞെരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരണം ആരംഭിച്ചത്. കടമെടുക്കാൻ അനുവദനീയമായ പരിധി പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്നായിരുന്നു പ്രധാന വിമർശനം. എന്നാൽ വയനാട് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിയുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് പുനരധിവാസ പദ്ധതിക്ക് 750 കോടി അനുവദിച്ചു. ആദ്യഘട്ട സഹായമായാണ് 750 കോടി അനുവദിച്ചത്. CMDRF, CSR, SDMA, കേന്ദ്ര ഗ്രാന്റ്, പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഫണ്ട്, സ്പോൺസർഷിപ്പ് എന്നിവ പുനരധിവാസത്തിനായി ഉപയോഗിക്കും. അധികമായി ആവശ്യമുള്ള ഫണ്ട് നൽകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാർക്ക് പരിഗണനയുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. ജീവനക്കാരുടെ DA ലോക്കിംഗ് സിസ്റ്റം ഒഴിവാക്കി. സർവീസ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ 600 കോടി രൂപ വകയിരുത്തി. വനം വന്യജീവി സംരക്ഷണത്തിന് 305.61 കോടി അനുവദിച്ചു. വന്യജീവി ആക്രമണം തടയാൻ 50 കോടിയുടെ പദ്ധതി ആരംഭിക്കും. ദിവസവേതനക്കാരുടെ വേതനം 5% കൂട്ടും. പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിനുള്ള പദ്ധതികൾക്ക് 3200 കോടി നീക്കിവെച്ചു. ന്യൂനപക്ഷ ക്ഷേമത്തിനായി 105 കോടിയും അനുവദിച്ചു. ഉച്ചഭക്ഷണ പദ്ധതിക്ക് 402 കോടി രൂപയും KSRTC വികസനത്തിന് 178.98 കോടി രൂപയും പുതിയ ബസ് വാങ്ങാൻ 107 കോടി രൂപയും നീക്കിവെച്ചു. സീപ്ലെയിൻ ടൂറിസം പദ്ധതിക്ക് 20 കോടി രൂപയും തീരദേശ സംരക്ഷണത്തിന് പ്രത്യേക പാക്കേജും അനുവദിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കും. സംസ്ഥാനത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന വീടുകൾ ഉപയോഗിച്ച് ടൂറിസം വികസനത്തിനടക്കം സാധ്യമാകുന്ന രീതിയിൽ K-ഹോം പദ്ധതി ആവിഷ്കരിക്കും. 3061 കോടി സംസ്ഥാനത്ത് റോഡുകൾക്കും പാലങ്ങൾക്കുമായി അനുവദിച്ചു. കാരുണ്യ പദ്ധതിക്ക് 700 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. റബ്കോ നവീകരണത്തിന് 10 കോടിയും കുടുംബശ്രീക്ക് 270 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം 25 ഏക്കർ ക്യാമ്പസിൽ 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള IT പാർക്ക് സ്ഥാപിക്കും. ഇതിനായി 293.22 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു. പദ്ധതിക്ക് സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്ന് ധനമന്ത്രി അറിയിച്ചു. ലൈഫ് പദ്ധതിയിൽ 1 ലക്ഷം വീടുകൾ കൂടി പൂർത്തിയാക്കും. അതിനായി 1160 കോടി രൂപ അനുവദിച്ചു. സർ, ലൈഫ് പദ്ധതിക്കായി 2016-17 മുതൽ നൽകിയത് 18,000 കോടിയിലധികം രൂപയാണ്. സർ, 2025-26 ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. സർ, 25-26 സാമ്പത്തിക വർഷം ലൈഫ് പദ്ധതിക്കായി 1160 കോടി രൂപ വകയിരുത്തുന്നു. സർ, രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 3.5 വർഷം കൊണ്ട് 25.17 ലക്ഷം ആകെ 6788 കോടിയുടെ സൗജന്യ ചികിത്സയാണ് സർ ഈ സർക്കാർ നടപ്പിലാക്കിയത്. സർ, ആരോഗ്യ മേഖലയിലായ പദ്ധതികൾക്കായി ഈ സർക്കാർ ഇതിനകം ചെലവഴിച്ചത് 38,126 കോടി രൂപയാണ്. സർ, 25-26 വർഷം ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപ വകയിരുത്തുകയാണ് സർ. സമഗ്രമായ നെല്ലി വികസന പദ്ധതിക്ക് 150 കോടി, കാർഷിക സർവകലാശാലയ്ക്ക് 43 കോടി, പച്ചക്കറി വികസനത്തിന് 78.45 കോടി, 33.14 കോടി വിള ഇൻഷുറൻസിനും അനുവദിച്ചു. അതേസമയം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ഉണ്ടായില്ല. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. 2025 ഏപ്രിലിൽ ഇത് നൽകും. കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും എല്ലാ മേഖലകൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.